ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് സീസൺ 4 ജനമനസ്സുകളുടെ വിന്നർ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് പോലും ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഉണ്ട്. സീസൺ 4 ശേഷം സീസൺ 7 വരെ ആയിട്ട് കൂടിയും പല ആൾക്കാർക്കും പല ഫാൻ ബേസും നഷ്ടപ്പെട്ടപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് നഷ്ടപ്പെടാതെ ഫാൻ ബേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയുണ്ട്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കഴിവും ഭയങ്കരം ആണ്. അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 7 ടോപ്പ് 3 കണ്ടസ്റ്റൻസ് ആയ അനുമോളും അനീഷേട്ടനെയും ഷാനവാസിക്കനെയും പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു വിന്നറാകാൻ വേണ്ടിയല്ല ബിഗ് ബോസിലേക്ക് കയറിയത്. അദ്ദേഹത്തിന് ഫെയിം ആയിരുന്നു വേണ്ടത്. അദ്ദേഹത്തിന് ആവശ്യത്തിനധികം ഫെയിം കിട്ടിയിട്ടുമുണ്ട്. ഈവൻ എയർപോർട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകരണം പോലും ഒരു സീസണിലും കാണാൻ പറ്റാത്ത അത്രയും ജനക്കൂട്ടങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ബിഗ് ബോസ് സീസൺ 4 ശേഷം ഒരുപാട് സൗഭാഗ്യങ്ങൾ അദ്ദേഹത്തിന് തേടിയെത്തുകയും ഇപ്പോഴും ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നതും. അതേപോലെ തന്നെ ആരതിപ്പൊടി എന്ന വ്യക്തിയെ കല്യാണം കഴിക്കുകയും അതിനുശേഷം അവരുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രസ് മീറ്റ്, ഒരു മീറ്റിൻ്റെ ഇടയ്ക്ക്, ഒരു ഓൺലൈൻ മീഡിയസിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യത്തിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉത്തരം പറയുന്നത്. ആദ്യം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് അനീഷേട്ടനെ പറ്റിയായിരുന്നു. അനീഷേട്ടൻ പറ്റി ഓൺലൈൻ മീഡിയക്കാർ അങ്ങോട്ട് ചോദിക്കുകയാണ്, അനീഷേട്ടൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അനുകരിക്കാനായിട്ട് തോന്നിയോ എന്നുള്ളൊരു ചോദ്യം. അദ്ദേഹം അതിന് നല്ല വ്യക്തമായിട്ടും ക്ലാരിറ്റി ആയിട്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുമാണ് ഉത്തരം കൊടുത്തത്. ആരെയും വെറുപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാട് നല്ല വ്യക്തമായിട്ട് പറയാൻ അറിയാവുന്ന വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഈവൻ ആദല നൂറയുടെ കേസ് പോലും, ഫൈസൽ മുഹമ്മദിൻ്റെ ഇഷ്യൂവിൽ പോലും അതിന് മുന്നേ ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴും മോഹൻലാൽ വീട്ടിൽ കയറ്റാം, എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ദ ഹ്യൂമൻ ബീങ്. സോ വളരെ വ്യക്തമായൊരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ട്. സോ അനീഷേട്ടനെ പറ്റി പറഞ്ഞത്, അനീഷേട്ടൻ ഒരിക്കലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അനുകരിക്കുന്നില്ല. വൈഫിൻ്റെ കൂടെയാണ് അനീഷേട്ടൻ്റെ അനിയൻ പഠിച്ചതും, അതേപോലെ തന്നെ ബ്രദറിൻ്റെ കൂടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ. സോ മാക്സിമം അവർക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ. സോ ഒരിക്കലും അദ്ദേഹത്തിന് അനുകരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങേരായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. അതുപോലെ തന്നെയാണ് ജനമനസ്സുകളുടെ ഒരു പിന്തുണ അങ്ങേർക്ക് കിട്ടിയതും. ഒരിക്കലും അദ്ദേഹം അനുകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, അനുമോളെ പറ്റി സംസാരിച്ചതും വളരെ വ്യക്തമായിട്ട് തന്നെ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. അതായത് അനുമോളുടെ ഡിസേർവിങ് ആയിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടൊരു ഉത്തരം പറയുന്നത് അനുമോൾ ഡിസേർവിങ് ആയിരുന്നു. കൂട്ടമായിട്ട് നിന്ന് ആക്രമിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ അനുമോളിന് കിട്ടി. അനുമോൾ ഡിസേർവിങ് ആണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അനുമോൾ അവിടെ വിൻ ചെയ്തതും. PR-ൻ്റെ പിൻബലമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് പറയുന്നുണ്ട്, PR കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. PR ഉണ്ടാവണം. PR ഉള്ളത് ഒരു തെറ്റല്ല, പക്ഷേ PR കൊണ്ട് മാത്രം ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. PR ഉണ്ടെങ്കിൽ തന്നെയും ആ ജനങ്ങൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ ഒരിക്കലും ആൾക്ക് വിന്നറാവാൻ പറ്റത്തില്ല. സോ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഇനിയും ഷാനവാസിക്കനെ പറ്റി സംസാരിച്ചത്, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടും കൂടി അയാളുടെ വിൽ പവർ കൊണ്ടാണ് അയാൾ അത്രയും നാളും മുന്നോട്ട് നിന്നത്. അയാൾക്ക് നല്ലൊരു വിൽ പവർ ഉണ്ട്. അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വരുന്നത്. കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്നൊരു കഥാപാത്രം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഭയങ്കര ഫാനായിരുന്നു അദ്ദേഹം. സോ അതിൽ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന്, അത്ര റിസ്ക് എടുത്തിട്ട് അയാളുടെ റിസൾട്ട് ഉണ്ടാക്കിയതിലും അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ടെന്നാണ് ഷാനവാസിക്കനെ പറ്റി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതേ മാത്രമല്ല, അന്ന് ഒരു പാൽ പാക്കറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ പോലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വളരെ സപ്പോർട്ടീവായിട്ടാണ് ഷാനവാസിക്കനെ പറ്റി സംസാരിച്ചതും. ആൻഡ് ഓൾസോ ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസ് ഏത് ബിഗ് ബോസ് സീസൺ വന്നിറങ്ങിയാലും 4 കഴിഞ്ഞിട്ടുള്ള 5th 6th 7th ഇറങ്ങിയാലും വളരെ കൃത്യമായി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് മീഡിയയുടെ മുന്നിൽ വെച്ച് നല്ല കൃത്യമായും ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സീസൺ 4 സീസൺ 5 മകിൽമാരർ ജയിച്ചതിനെ പറ്റിയും, സീസൺ 6 ജിൻഡോ ജയിച്ചതിനെ പറ്റിയും, സീസൺ 7 അനുമോൾ ജയിച്ചതിനെ പറ്റിയും എല്ലാം അദ്ദേഹം പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, PR കൊണ്ട് മാത്രം ഒരാൾ ജയിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ PR ഉണ്ടെങ്കിൽ തന്നെയും ജനങ്ങൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ ഒരിക്കലും ഒരു വോട്ട് ഒരിക്കലും വിന്നറാകാൻ സാധിക്കത്തില്ല. സോ PR കൊണ്ട് മാത്രമല്ല, ജനപിന്തുണ എന്തായാലും കാണും. അനുമോളുടെ കേസിൽ വളരെ പിന്തുണ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷാനവാസിക്കയുടെ കാര്യത്തിൽ വളരെ റിസ്ക് എടുത്ത് വന്ന ആൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നും, റിസ്ക് എടുത്ത് നമ്മൾ ഒരു മൂലയ്ക്ക് മാറിയിരിക്കാതെ, ഇന്ന അസുഖമാണ് എന്ന് കരുതി മൂലയ്ക്ക് മാറിയിരിക്കാതെ അദ്ദേഹം വന്ന് അത് കളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചത്. അതേപോലെ തന്നെ നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നും, ബിഗ് ബോസ് അത്രയ്ക്ക് കാണുന്ന ഒരു വ്യക്തിയല്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതിനുശേഷം വളരെ എപ്പിസോഡ്സും റീൽസും മാത്രം കാണുമ്പോഴും വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നും, റിയാസ് സലീമിൻ്റെ എപ്പിസോഡിനെ
പറ്റി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് റിയ സലീമെ പ്രൊവോക്കിംഗ് ആയിട്ട് വന്ന റിയ സലീമിനെ പോലും ഇരുത്തിയ ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്ന് പറയുന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് നല്ലൊരു എന്താ പറയുക ഭാവി തന്നെ ഉണ്ട്, നല്ലൊരു ആക്ടറായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതേപോലെ തന്നെ റിയ സലീം കാരണമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അന്ന് പൂർത്തിയാക്കാതെ പോയത്, അല്ലെങ്കിൽ അദ്ദേഹം വിന്നർ ആയനെ. സീസൺ 4 വിന്നർ ദിൽഷ ആയിരിക്കില്ല. അതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയനെ ഒൺലി ബിക്കോസ് ഓഫ് റിയാസ് ഹിസ് പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി. അദ്ദേഹത്തിന് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതിന് മൂലമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ, അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വേഴ്സസ് റിയാസ്, അപ്പം റിയാസ് വേഴ്സസ് ഷാനവാസ് എന്നൊരു ഹോട്ടൽ ടാസ്കിന് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും പറഞ്ഞത് റിയാസ് ഭയങ്കരമായിട്ട് പ്രൊവോക്കിംഗ് ആളാണ്. റിയാസ് പലപ്പോഴും ഇപ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു വീക്ക് ഷാനവാസിക വാസ് വെരി സൂപ്പർ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു വീക്കിലെ ഗ്രാഫ് മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നീട് അയാൾ സംസാരിച്ചത്, പിന്നീട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സംസാരിച്ചത് ആദില നൂറയുടെ കാര്യമാണ്. ആദില നൂറ വാസ് ഓൾസോ എ ഹ്യൂമൻ ബീൻ, അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫിറോസിൻ്റെ ഇഷ്യൂയിലും തന്നെയും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ആരതിപ്പൊടിയുടെ ഫ്രണ്ടാണ്, എന്നിട്ട് കൂടിയും അവളുടെ കൂടെ നിൽക്കാതെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവളുടെ കൂടെ നിൽക്കാതെ പോസ്റ്റ് ഇട്ടിരുന്നു അബൌട്ട് ദ ഹ്യൂമൻ ബീൻസ് ആവണം എന്നുള്ളത്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഓൾസോ എൻ്റെ ഈ ചാനലിൽ ബിഗ് ബോസ് റിവ്യൂ മാത്രമല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ, സീരിയൽ കില്ലിംഗ് റിവ്യൂസ് ഒക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.